വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫാമിലെ പോത്തുകളാണ്. ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ വീഡിയോകൾ ഇടുന്നത് എന്താണെങ്കിൽ ഒരുപാട് പേര് അധ്വാനിക്കാൻ മനസ്സുള്ളവർ, അധ്വാനിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടണത്. എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടണത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്കധികം അങ്ങനെ ആരുടെ സപ്പോർട്ട് സഹായം ഇല്ലാണ്ട് ഞാൻ 7-8 വർഷം കൊണ്ട് ഞാൻ കുറേശ്ശെ 10 തുടങ്ങിയിട്ട് ഞാൻ ഓരോ വർഷം കയറ്റി കൊണ്ടുവന്ന് വാങ്ങിച്ച പോത്തുകളാണ്. ഇപ്പോൾ 100-ലധികം പോത്തുകൾ. ഞാൻ ഹോട്ടൽ ബിസിനസ് ചെയ്ത സമയത്ത് അങ്ങനെ സൈഡിൽ കൂടെ സേവിങ്സ് കുറികളും ലോണുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് വർഷം വിറ്റ് വീണ്ടും മേടിച്ച് ഇപ്പോൾ ഒരു 7-8 വർഷം കൊണ്ടാണ് ഇത്രയും പോത്തുകളായി എനിക്കായത്. പിന്നെ ഇവരെ ചിലവ് കുറച്ച്, പണിക്കാരെ കുറച്ച്, ഞാനിവരെ വളർത്തി കൊണ്ടുവരാൻ ഉള്ള പരിശീലനം കുറേ ദിവസങ്ങളോളം ഞാനും വളരെ അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്തത്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. കാരണം ഒരു സ്ത്രീയായ ഞാൻ ഇത് ഒറ്റയ്ക്ക് ഒരു 120 പോത്തിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് മേയ്ക്കാനായിട്ട് ഇത് കൊണ്ട് നടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പണിക്കാരെ നാട്ടിൽ പോയിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് ഒറ്റയ്ക്കായാലും കുറച്ച് ദിവസം മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എങ്ങനെ വളർത്തണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ പണിക്കാരെ നാട്ടിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് 2-3 ദിവസം ഇവരെ കൊണ്ടുപോയി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റുള്ളവരില്ലെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ള ബിസിനസ്സാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പം ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മുൻപേ തന്നെ അറിയാം. കാരണം മുൻപേ തന്നെ ഞാൻ 10 വെച്ച് തുടങ്ങിയപ്പോൾ ഞാനും കൂടെ പോയി അങ്ങനെയൊക്കെ ശീലിച്ച് വന്നതാണ്. അപ്പോൾ പണിക്കാരില്ലെങ്കിലും എനിക്കതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ട് നടക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു 5 പോത്ത് 10 പോത്തിനൊക്കെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ വളർത്തണ രീതി കണ്ടിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയും വളർത്താം എന്നുള്ളൊരു രീതി ഞാൻ പറയണത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിലോമീറ്റർ കണക്കിനുള്ള കോൾപ്പാടങ്ങളാണ്. അപ്പം ഞാൻ ഫസ്റ്റ് 10 എണ്ണം വാങ്ങിച്ചപ്പോഴും ഞാനിങ്ങനെ അഴിച്ചിട്ട് വളർത്തുമ്പോൾ അന്ന് വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കും. അങ്ങനെ ഇവർ അതേപോലെ ഇപ്പം എണ്ണം കൂടി ഒരു 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം 120 പോത്തുകളായി. അതിങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഈ പാടത്തേക്ക് വിടും. റോഡിൻ്റെ സൈഡിലിരിക്കും. അവരിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ തിന്ന് പോവും. പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ കുറേ നാൾ നമ്മൾ ഇങ്ങോട്ട് കടത്താൻ പരിശീലിപ്പിച്ചു. പിന്നെ ഒരു സ്ഥിരം ഇങ്ങനെ തിന്ന് കഴിയുമ്പോൾ കറക്റ്റ് ആ റോഡിലേക്ക് എല്ലാവരും കയറി വരും. അത് നമ്മൾ 30 40 ഓരോ സെക്ഷനിൽ ഓരോ സൈഡിൽ നിർത്താം. അപ്പോൾ ഓരോരുത്തരുടെ നമ്മൾ ഇടയിൽ പോയി എണ്ണ എടുക്കും. ഇങ്ങനെ പിന്നെ അവർ തിന്ന് കഴിയുമ്പം ഒരു 4 മണി 5 മണിയോട് കൂടി അവർ സൈഡിലേക്ക് കയറി നേരെ ഫാമിലേക്ക് നടന്നങ്ങോട്ട് കയറും. അതാണ് പറഞ്ഞത്, പണിക്കാരില്ലെങ്കിലും അപ്പം നമുക്കത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് വാങ്ങാൻ വിചാരിക്കണവർക്കോ സ്വന്തമായിട്ട് പോത്തുകളുള്ളവർക്കോ ഇത് കാണുമ്പോൾ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അല്ലാതെ 100 പോത്തിനെ സാധാരണ 4-5 പണിക്കാർ എല്ലാവരും വെക്കണം. അത്ര ഒന്നും ആവശ്യമില്ല. ആകെ 2 പണിക്കാരെ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പോൾ 2 പണിക്കാരും എൻ്റെ നാട്ടിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കായാലും ഞാനിപ്പോൾ അവർ കുറച്ച് 2-3 ദിവസം ഞാൻ മാനേജ് ചെയ്തു. പിന്നെ വേറെ പയ്യനെ, ഇപ്പം എൻ്റെ വേറെ കടയിൽ പയ്യനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു അവൻ നോക്കാമെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ നമ്മൾ മാറ്റി. പോത്തിനെ നോക്കാൻ അവനാണ് ഇപ്പോൾ നിൽക്കണത്. പാലക്കാട് നിന്ന് 3-4 പേര് വിളിച്ചു. ഇപ്പോൾ എറണാകുളം സൈഡിൽ നിന്ന് എത്ര പേര് വിളിച്ച് എന്നോട് ചോദിച്ചു എങ്ങനെ സാധിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തതാണ്. കുറച്ച് നാൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. അവർക്ക് വീടിൻ്റെ വഴി അറിയാനും നമ്മളൊന്ന് മാച്ച് കൊണ്ടുവരാൻ. അത് കഴിയുമ്പോൾ പിന്നെ അത് തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരാൾ നോക്കണം. വല്ലവരും പിടിച്ചു കൊണ്ടുപോകണ്ടോ അല്ലെങ്കിൽ സൈഡുകളിലേക്ക് കയറി പോകണ്ടോ എന്ന് നോക്കാനാണ് നമ്മളൊരാളെ സൈഡിൽ ഇരുത്തണത്. അത് ഇപ്പോൾ എണ്ണം കൂടുതലാകുമ്പോൾ 2 സൈഡിൽ ഓരോരുത്തരെ നമ്മൾ ഇരുത്തണം എന്ന് മാത്രം. ഇപ്പോൾ ഇവർ നാട്ടിൽ പോകുമ്പോൾ നമുക്കായാലും മാനേജ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള ബിസിനസ് ആകുമ്പോൾ എനിക്ക് 2-3 ദിവസം നിന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അത് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്താണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനൊരു ധൈര്യം കിട്ടിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ നല്ല ധൈര്യത്തോടു കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, ഇത് ഇത്ര ഉള്ളൂ, സിമ്പിളാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണത്. കാരണം 120 പോത്തുകളെ ഒരു സ്ത്രീയായ ഞാൻ ഒറ്റയ്ക്ക് മേയ്ക്കണു. അത് ഇത്ര സിമ്പിളാണെന്ന് പറയുമ്പോൾ നിങ്ങളത് ചിന്തിക്കണം. കാരണം അപ്പോൾ നിങ്ങൾക്കും പറ്റും. എന്നെക്കാളും ഒരുപാട് കഴിവുകളുള്ളതും അധ്വാനിക്കണതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും രക്ഷപ്പെടാൻ ആഗ്രഹിക്കണ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നാതിരിക്കില്ലല്ലോ.
ഓരോ ഫോൺ വിളികളിലും എനിക്കറിയാൻ പറ്റും നിങ്ങൾ ഓരോ വാക്കുകളിലേക്ക് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് പറയുമ്പോൾ എങ്ങനെ പറ്റുമെന്നൊന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളത്ര ഭാരപ്പെട്ട കാര്യങ്ങളല്ല ചെയ്യണത്. രാവിലെ ഫാമൊന്ന് അഴിക്കണു, കൊണ്ടുപോകണു, അവർ തിന്നണു, പുല്ല് വെള്ളം കുടിക്കണു, വൈകുന്നേരം ആകുമ്പോൾ അവരിങ്ങനെ കയറി വരുന്നു, ഇടയിൽ വല്ല ഒരു 5 10 കയറിപ്പോയാൽ നമ്മൾ പിന്നാലെ പോയിട്ട് നടന്നു പോയിട്ട് അവരിങ്ങോട്ട് പാടത്തേക്ക് തന്നെ ആക്കണം. അത് പിന്നെ നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ. ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ഇങ്ങനെ സിമ്പിളാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കാമെന്നുണ്ടെങ്കിൽ യാതൊരു വക ബുദ്ധിമുട്ടുമില്ല. ഇപ്പം എൻ്റെ വേറെ കടയിലത്തെ ഒരു പയ്യൻ ഇപ്പോൾ പോത്തുകളെ നോക്കുന്നുണ്ടാവും. അവൻ പറയും എത്ര ഈസിയാണ് ചേച്ചി ഇവരെ നോക്കാമെന്ന്. അപ്പോൾ അത്ര ഉള്ളൂ കാര്യം. എണ്ണത്തിലോ ഇതിലൊന്നുമല്ല. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലം, നമ്മൾ ഒരുപാട് അധ്വാനിക്കണതിൻ്റെ ഫലം നമുക്ക് കൊണ്ടുതരുന്നതാണ്. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് മാറുന്നത് നമ്മൾ കുറേ വർഷം അധ്വാനിച്ച് ഇവരൊക്കെ വളർത്തി കൊണ്ടുവന്നപ്പോൾ അതിപ്പോൾ ഒരു ഈസിയായി മാറിയതാണ്. അവർ പുല്ലൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് തനിയെ കയറി പോവാണ്. ഇത് നടന്ന് ഇനി ഫാമിലേക്ക് തന്നെ കയറി പോവും. ഇപ്പോൾ പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്നോടത്ത് ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പം എനിക്കതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പിന്നെ പോത്തിന് ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത് എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വേറൊന്നുമല്ല. അപ്പോൾ വിളിച്ചവർ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ ഒരുപാട് തിരക്കുള്ള, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വിളിച്ചവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.